തുളസി മാലയുടെ പ്രാധാന്യം. തുളസി മാല ആർക്കും ധരിക്കാവുന്നതാണ്. ലിംഗഭേദമോ പ്രായഭേദമോ ജാതിയോ മതമോ ഇതിന് ഒരു തടസ്സമല്ല. ഭഗവാന്മാരായ ശ്രീകൃഷ്ണനും വിഷ്ണുവിനും ഏറ്റവും പ്രിയപ്പെട്ട സസ്യം തുളസിയായതുകൊണ്ട് തുളസി മാല ധരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ള ഒരു ഉപാധിയായി ഭക്തർ കരുതുന്നു. എന്നിരുന്നാലും തുളസി മാല ധരിക്കുമ്പോൾ ചില ചിട്ടകളും വിശ്വാസങ്ങളും പാലിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. തുളസി മാല ധരിക്കുന്നത് ഒരു ആത്മീയമായ ചിഹ്നമായിട്ടാണ്. അതിനാൽ ഇത് ധരിക്കുന്നവർക്ക് ഭക്തിയും മാനസിക ശുദ്ധിയും ഉണ്ടായിരിക്കണം. മനസ്സിന്റെയും ശരീരത്തിന്റെയും പരിശുദ്ധിയോടെ വേണം ഇത് ധരിക്കാൻ. തുളസി മാല ധരിക്കുന്നവർ കഴിയുന്നത്ര സാത്വികമായ ജീവിതശൈലി നയിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. മത്സ്യമാംസാദികൾ, മദ്യം, മറ്റ് ലഹരിവസ്തുക്കൾ എന്നിവ ഒഴിവാക്കുന്നത് ഉചിതമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ഇത് നിർബന്ധിതമായ ഒരു നിയമമല്ല, മറിച്ച് ആത്മീയമായ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് പിന്തുടരാവുന്ന ഒരു കാര്യമാണ്. തുളസി മാല വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കുളിക്കുമ്പോൾ ഇത് ധരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ചിലർ ഇത് ഊരിവെക്കാറുണ്ട്. ശ്രദ്ധിക്കുക. ചിലർ ഉറങ്ങുമ്പോൾ തുളസി മാല ഊരിവെക്കാറുണ്ട്. എന്നാൽ ഇത് നിർബന്ധമില്ല. ഇത് വ്യക്തിപരമായ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ശ്രീകൃഷ്ണനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും ഭഗവാന്റെ സ്മരണ നിലനിർത്താനും തുളസി മാല സഹായിക്കുന്നു. തുളസിക്ക് ഔഷധഗുണങ്ങളുള്ളതിനാൽ തുളസി മാല ധരിക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും മാനസിക സമ്മർദ്ദം കുറക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുളസി മാല ധരിക്കുന്നത് മനസ്സിന് ശാന്തതയും പോസിറ്റീവ് ഊർജ്ജവും നൽകുമെന്ന് പലരും അനുഭവത്തിലൂടെ പറയുന്നു. തുളസി മാല ധരിക്കുന്നതിനുള്ള പ്രധാന യോഗ്യത ഭക്തിയും വിശ്വാസവുമാണ്. ആർക്കും ഇത് ധരിക്കാനും അതിലൂടെ ലഭിക്കുന്ന ആത്മീയവും മാനസികവുമായ ഗുണങ്ങൾ നേടാനും സാധിക്കും.